ശ്രീ എം എസ് വേണുഗോപാൽ, ഇതിപ്പോൾ ഈ മൈക്രോ മൈനോറിറ്റി സ്റ്റാറ്റസ് എന്ന് പറയുന്നത് പെട്ടെന്ന് കിട്ടുന്ന ഒന്നല്ല. പക്ഷേ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് സീറോ മലബാർ സഭ തന്ത്രപരമായ ഒരു നീക്കം നടത്തുകയാണ്. പക്ഷേ ഇവിടെ കാണേണ്ടത് ഈ BJP തുടർച്ചയായിട്ട് ക്രൈസ്തവ നയതന്ത്രവുമായി മുന്നോട്ട് വരുന്നു. ക്രൈസ്തവ സഭകളെ ഒപ്പം കൂട്ടാനും ക്രൈസ്തവ സഭാവിശ്വാസികളെ തങ്ങൾക്ക് അനുകൂലമായി വോട്ട് ചെയ്യിക്കുവാനുള്ള ശ്രമങ്ങൾ കുറെ കാലമായി നടക്കുന്നതാണ്. പക്ഷേ ഇതൊക്കെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നടക്കുന്ന ഒരു പതിവ് രീതി എന്നതിനപ്പുറം ഇത്തവണ കൂടുതൽ എന്തെങ്കിലും BJP പ്രതീക്ഷിക്കേണ്ടതുണ്ടോ സഭകളിൽ നിന്ന്? BJPക്ക് പല മണ്ഡലങ്ങളിലും നമുക്ക് മുമ്പ് രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് പാർലമെൻറ്റിൽ മത്സരിച്ചപ്പോൾ തന്നെ അറിയാം, വെറും 16,000 ചിലവന വോട്ടിനാണ് അദ്ദേഹം പരാജയപ്പെട്ടത്. 10 ലക്ഷത്തോളം വോട്ടുള്ള സ്ഥലത്ത് 16,000 വോട്ടിന് അദ്ദേഹം 4ാം തവണയും മത്സരിക്കുന്ന ശശി തരൂരിനോട് പരാജയപ്പെടുകയാണ്. അത് എങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, കോസ്റ്റൽ ബെൽറ്റിലെ ന്യൂനപക്ഷ വോട്ടുകൾ, ക്രിസ്ത്യൻ വോട്ടുകൾ, ലാറ്റിൻ ക്രിസ്ത്യൻ വോട്ടുകൾ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടിട്ടുണ്ട്. വെറും 8,000 വോട്ട്, 8,000 ചിലവന വോട്ട് ഇപ്പുറത്ത് വന്നാൽ അദ്ദേഹത്തിന് ജയിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമായിരുന്നു. അപ്പോൾ BJPയെ സംബന്ധിച്ചിടത്തോളം ഇത് പല മണ്ഡലങ്ങളിലുണ്ട്. ഇപ്പോൾ ചെങ്ങന്നൂർ എടുത്താൽ, അല്ലെങ്കിൽ നമുക്കിപ്പോൾ ക്രിസ്ത്യൻ മെജോറിറ്റിയുള്ള മണ്ഡലങ്ങൾ നോക്കിയാൽ അറിയാലോ, കോട്ടയം ഏതാണ്ട് 40-45% അടുപ്പിച്ച് ക്രിസ്ത്യാനികളുള്ളൊരു സ്ഥലമാണ്. അതുപോലെ തന്നെ ഇടുക്കി, പിന്നെ പത്തനംതിട്ട, എറണാകുളം, തൃശ്ശൂർ, ഈ മണ്ഡലങ്ങളിലെല്ലാം 30% മുകളിൽ 40% വരെ വോട്ട്, ക്രിസ്ത്യൻ വോട്ടുകളുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ BJPയെ സംബന്ധിച്ചിടത്തോളം ഈ വോട്ടുകൾ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞ് കളയാൻ പറ്റില്ല. പ്രത്യേകിച്ച് അവർ പല മണ്ഡലങ്ങളിലും കപ്പിനും ചുണ്ടിനും ഇടയിലാണ് പരാജയപ്പെടുന്നത്. ഇപ്പോൾ 40 പ്രധാനപ്പെട്ട മണ്ഡലങ്ങൾ അവർ എ ക്ലാസ് മണ്ഡലങ്ങളായിട്ട് കണ്ടിരിക്കുന്നതിൽ ഒരു പകുതി, 20 മണ്ഡലങ്ങൾ എന്ന് പറയുന്നത് അവർക്ക് 40,000 അടുപ്പിച്ച് വോട്ടുള്ള സ്ഥലങ്ങളാണ്. അവിടെ 40,000 വോട്ടുകൾ കൊണ്ട് മാത്രം നല്ലൊരു കാൻഡിഡേറ്റ് ഉണ്ടെങ്കിലും ചിലപ്പം അവിടെ വിജയിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. അതിന് ചിലപ്പോൾ മുഴുവൻ ക്രിസ്ത്യാനികളുടെ വോട്ടല്ല, ഒരു കുറച്ച് പെർസെൻറ്റേജ്, ഒരു 5,000 വോട്ട് ഒക്കെ കിട്ടിയാൽ പോലും അത് വലിയ ഒരു മാറ്റം BJPക്ക് ഉണ്ടാക്കും. അവർക്ക് ചിലപ്പോൾ കിട്ടാനുള്ള സീറ്റുകളുടെ എണ്ണത്തിൽ ഇരട്ടിയാക്കാൻ വരെ കഴിയുന്ന ഒരു സാഹചര്യം ഉള്ളതുകൊണ്ടാണ് അവർ. പക്ഷേ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ പ്രതീക്ഷിക്കേണ്ട ആവശ്യമുണ്ടോ? ഇത് ദീർഘകാലത്തെ ഒരു പദ്ധതി എന്ന രീതിയിൽ വേണമെങ്കിൽ പറയാം. പക്ഷേ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇവിടെ സംസ്ഥാനത്ത് ഒരു ഭരണവിരുദ്ധ വികാരം ഉള്ള സമയത്ത് UDFന് അനുകൂലമായിട്ട് മൈനോറിറ്റീസ്, പ്രത്യേകിച്ച് ക്രിസ്ത്യൻ മൈനോറിറ്റീസ് ചിന്തിക്കുന്നു എന്നൊരു കാര്യം ഉരുത്തിരിഞ്ഞ് വന്നു കഴിഞ്ഞു, അങ്ങനെ ഒരു വിലയിരുത്തൽ വന്നു കഴിഞ്ഞു. ആ സമയത്ത് ഇനി BJPക്ക് വോട്ട് ചെയ്ത് വെറുതെ ഈ ഭരണവിരുദ്ധ വികാരത്തെ ഇങ്ങനെ ഭിന്നിപ്പിച്ച് കളയണോ എന്നൊരു തോന്നൽ സ്വാഭാവികമായിട്ടും ന്യൂനപക്ഷങ്ങൾക്കുണ്ടാവുമല്ലോ, പ്രത്യേകിച്ച് ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾക്ക്. അതുകൊണ്ട് സഭകൾ ഇത്തവണ BJPക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്യുവാൻ ഉള്ള സാധ്യതയില്ല. അവരങ്ങനെ ഒരു ആഹ്വാനം നടത്തുവാനുള്ള സാധ്യത. ഒരു കാര്യമുണ്ട്, അതായത് ഇപ്പോൾ ക്രിസ്ത്യൻ സഭ എക്കാലത്തും കോൺഗ്രസിനൊപ്പവും കേരള കോൺഗ്രസിനൊപ്പവും UDFനൊപ്പമൊക്കെയാണ് നിന്നിട്ടുള്ളത്. വലിയൊരു വിഭാഗം, വളരെ കുറച്ച് മാത്രമേ നമുക്കറിയാം LDFനോടൊപ്പം പോലും നിന്നിട്ടുള്ളൂ. അതും അടുത്ത കാലത്താണ് LDFനോട് കൂടുതൽ അടുത്തിട്ടുള്ളത്. ഇപ്പോൾ കുറച്ച് അകലുകയും ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും BJPക്ക് ഇപ്പോൾ ചില മണ്ഡലങ്ങൾ, ഇപ്പോൾ ഞാൻ പറയുന്ന പ്രധാനപ്പെട്ട കോട്ടയം, ഇടുക്കി പോലുള്ള സ്ഥലങ്ങളല്ല, മറ്റ് ചില മണ്ഡലങ്ങളിൽ, അതായത് അവിടെ UDF വളരെ, അതിന് ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം തുടങ്ങിയ മണ്ഡലങ്ങളിൽ UDF ചിലപ്പോൾ വളരെ താഴോട്ട് പോകുമെന്ന് തോന്നുന്ന സ്ഥലങ്ങളിൽ അവർക്ക്, കുറച്ച് പേർക്ക് LDFന് വോട്ട് ചെയ്യുന്നതിന് പകരം BJPക്ക് വോട്ട് ചെയ്യാമെന്ന് ചിന്തിക്കാനുള്ള സാധ്യതയുണ്ട്. അത് പ്രാദേശികമായി ചിലപ്പോൾ മുതലെടുക്കാൻ കഴിഞ്ഞെന്നിരിക്കും. ഈ ബിഷപ്പുമായിട്ടുള്ളൊക്കെ ഇപ്പോൾ മാർ റാഫേൽ തട്ടേലുമായിട്ടുള്ള ബന്ധമൊക്കെ വെച്ചിട്ട് താഴെത്തട്ടിൽ ചിലപ്പോൾ ചില ബന്ധങ്ങൾ ചില പ്രത്യേക മണ്ഡലങ്ങളിൽ അവർക്കുണ്ടാക്കാൻ കഴിഞ്ഞെന്നിരിക്കും. അതേ ഇപ്പോൾ അവർ ആഗ്രഹിക്കുന്നുള്ളൂ. ശരിയാണ്. മാത്രമല്ല കുറെ ന്യൂനപക്ഷ മുഖങ്ങളെ സ്വന്തം പാളയത്തിലേക്ക് കൊണ്ടുവരാൻ BJP കഴിയും. അതുപോലെ 2020 സാന്നിധ്യം, 2020 നിർത്തുന്ന സ്ഥാനാർത്ഥികൾക്ക് മടികൂടാതെ വോട്ട് ചെയ്യാൻ ചിലപ്പോൾ ക്രിസ്ത്യാനികളിൽ നല്ലൊരു വിഭാഗത്തിന് കഴിഞ്ഞെന്നിരിക്കും. അവരുടെ വിജയത്തിനും ഇതൊരാവശ്യമാണ്. എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഈ ഒരു മൂവ്മെന്റിന് പിന്നിൽ കുന്നത്തുനാട് പോലെയുള്ള മണ്ഡലങ്ങളിൽ അവർക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് സാബു ജേക്കബിൻ്റെ ഒരു പ്രശ്നം കൂടെ ചിലപ്പോൾ ഈ ഒരു കിരൺ റിജ്ജുവിൻ്റെ ഇപ്പോഴത്തെ നീക്കത്തിന് പിന്നിൽ ഉണ്ടാവാം. അതുപോലെ തന്നെ BJPയുടെ നിതിൻ നബീനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു സൂക്ഷ്മദർശിനി എന്നാണ് പറയുന്നത്. അദ്ദേഹം ഓരോ മണ്ഡലത്തിലും വിജയിക്കാൻ സാധ്യതയുള്ളത് അല്ലെങ്കിൽ പരാജയപ്പെടുത്താൻ സാധ്യതയുള്ള സെക്ടറുകൾ ഏതൊക്കെയെന്ന് നോക്കിയിട്ട് അവിടേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ട് ചില നീക്കങ്ങൾ നടത്തുന്നതിൽ ഒരു എക്സ്പെർട്ടാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് UDF പൂർണ്ണമായും വിജയിക്കുന്ന സ്ഥലങ്ങളല്ലാത്ത കുറേ സ്ഥലങ്ങളുണ്ട്. സ്ട്രെയിറ്റ് വേണമെങ്കിൽ 1-2 LDFും BJPയും തമ്മിൽ ഫൈറ്റിന് വരുന്ന കുറേ സ്ഥലങ്ങളുണ്ട്. അവിടെ ഒരു പക്ഷേ
ക്രിസ്ത്യൻ വോട്ടുകൾ മുഴുവനൊന്നുമല്ല, വളരെ കുറഞ്ഞ തോതിൽ ശ്രീകുമാർ, താങ്കൾ എങ്ങനെ കാണുന്നു ഈ ഒരു നിരീക്ഷണത്തെ? താങ്കൾ എങ്ങനെ കാണുന്നു? എന്തായാലും ഇത്തവണ UDF വിട്ടിട്ട് നേരെ BJPക്ക് പോയി ക്രൈസ്തവർ വോട്ട് ചെയ്യും എന്നൊന്നും പറയാനാവില്ല. പക്ഷേ അത് BJPയുടെ ഒരു നയതന്ത്രമാണ്, ഒരു ക്രൈസ്തവ നയതന്ത്രം. ക്രൈസ്തവ വോട്ടുകൾ അത് തങ്ങൾക്കും കൂടി അനുകൂലമായിട്ട് പോൾ ചെയ്യിക്കണം എന്നുള്ളത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. തൃശ്ശൂരിൽ ഒരു പരിധിവരെ അവർ അതിൽ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഇടയ്ക്ക് വെച്ച് നിർത്തുവാൻ ഉദ്ദേശിക്കുന്നില്ല എന്നതിൻ്റെ വ്യക്തമായ സന്ദേശമാണല്ലോ കേന്ദ്രമന്ത്രി കിരൺ റിജിജുവിൻ്റെ ഈ സന്ദർശനം. നോക്കൂ മഞ്ജുഷേ, കേരളത്തിൽ LDFും UDFും NDAയും തമ്മിലൊരു ത്രികോണ മത്സരം വരുമ്പോഴേ പ്രത്യേക സാഹചര്യമൊന്നും ഇല്ലാത്തത് കൊണ്ട് LDFും UDFും തമ്മിലാണ് മുഖ്യ മത്സരം. അതിൽ LDFും UDFും ഒക്കെ പരസ്പരം ആക്ഷേപം ഉന്നയിക്കുമ്പോൾ BJP സഹായിക്കാൻ ശ്രമിക്കുന്നു എന്ന് UDFും മറിച്ച് LDF ഒക്കെ പറയും. ചില ഘട്ടങ്ങളിൽ CPMന്റെ ചില നിലപാടുകൾ UDFിന് കൂടുതൽ ആ ആക്ഷേപത്തിന് ബലം പകരുന്ന രീതിയിലേക്ക് വന്നിട്ടുണ്ട്. കേൾക്കാമോ ശ്രീകുമാർ? എന്തായാലും ശ്രീ MS വേണുഗോപാൽ, അടുത്തതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലേക്ക് വരുന്നുണ്ട്. ഇന്ന് അങ്ങനെ ഒരു കാര്യവും വന്നു കഴിഞ്ഞുവല്ലോ. സ്വാഭാവികമായിട്ടും വീണ്ടും ബിഷപ്പുമാരുമായിട്ടുള്ള ഒരു ചർച്ച നടക്കുവാനുള്ള സാധ്യതയുമുണ്ട്. ഇവിടെ ഇനിയും ചർച്ചകൾ നടക്കും. ഇനിയും ചില അവകാശങ്ങൾ ഒക്കെ തന്നെ കൊടുത്തുകൂടായികയുമില്ല. ഇപ്പം BJPയെ സംബന്ധിച്ചിടത്തോളം ഒരു മേജർ മൈനോറിറ്റി ആയി നിൽക്കുന്ന മുസ്ലിമിന് ഒഴിച്ച് ബാക്കിയുള്ളവർക്ക് ഒരു ഫേവർ ചെയ്യുന്നതിൽ അവർക്ക് വലിയ പ്രശ്നങ്ങൾ വന്നുകൂടായികയില്ല. ചില സന്ദർഭങ്ങൾ വെച്ച് നോക്കുമ്പോൾ അതും ഒരു സാധ്യതയായിട്ട് വരാവുന്നതാണ്. അങ്ങനെ വന്നാൽ പോലും അതിൻ്റെ ഗുണം ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് ലഭിക്കും. അത് ഉടനെ ഉണ്ടാകുമെന്ന് പറയാൻ പറ്റില്ല. മറ്റ് 5 പ്രധാനപ്പെട്ട മൈനോറിറ്റി കമ്മ്യൂണിറ്റികൾ ക്രിസ്ത്യന് താഴെ തന്നെ നിൽക്കുന്നു. ആ സാഹചര്യത്തിൽ അത് പെട്ടെന്ന് ഉണ്ടാവില്ല. പക്ഷേ ഒരുപാട് ഡിസ്കഷനും മറ്റും ആ കാര്യത്തിന് ആവശ്യമായി വന്നേക്കാം. പക്ഷേ അത്തരത്തിലൊരു ഒരു അതിമൈനോറിറ്റി, അതിന്യൂനപക്ഷം അല്ലെങ്കിൽ മൈക്രോ മൈനോറിറ്റി എന്ന ഒരു വിഭാഗം സൃഷ്ടിക്കുന്നതിന് ചിലപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിന് മടി കാണിക്കേണ്ട കാര്യമില്ല. അത് വേറൊരു വിധത്തിൽ കൂടെ കേന്ദ്ര ഗവൺമെന്റിനോ അല്ലെങ്കിൽ BJPക്കോ ഗുണകരമാകും. ശരി, ശ്രീകുമാർ, ഇത് വർഷങ്ങളായിട്ടുള്ള ഒരു ആവശ്യം കൂടിയാണ് കേട്ടോ, അല്ലേ? കുറെ കാലങ്ങളായി കേൾക്കുന്നതാണ് മൈക്രോ മൈനോറിറ്റി സ്റ്റാറ്റസ് വേണം എന്നുള്ളത് ക്രൈസ്തവർക്ക്. ശ്രീകുമാർ കേട്ടോ, അങ്ങനെ ഒരു വലിയൊരു ആവശ്യമാണ് ഉന്നയിക്കുന്നത് കേന്ദ്രത്തിന് മുന്നിൽ. ശ്രീകുമാർ മഞ്ജുഷ കട്ടായി പോയി. അതായത് ഈ മൈക്രോ ന്യൂനപക്ഷത്തിൽ തന്നെ തങ്ങൾ ഒന്നുകൂടെ ന്യൂനപക്ഷമാണ് എന്നുള്ള രീതിയിലേക്കുള്ള ഒരു ചർച്ച ഇന്ന് കേന്ദ്രമന്ത്രിയുമായിട്ട് നടത്തിയെന്ന് ഞാൻ വാർത്തകളില്ല, പ്രത്യേകിച്ച് ന്യൂസ് 18 അത് കൂടുതലായിട്ട് പറഞ്ഞത്. അത് ഞാൻ കണ്ടു. പക്ഷെ നോക്കൂ മഞ്ജുഷ, ഞാൻ ആദ്യം പറഞ്ഞു വന്നത് തന്നെ വീണ്ടും ആവർത്തിക്കുകയാണ്. അതായത് കേരളത്തിലെ LDFും UDFും NDAയും തമ്മിലുള്ള മത്സരത്തില് പ്രത്യേക സാഹചര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് LDFും UDFും തമ്മിലാണ് മുഖ്യ മത്സരം നടക്കുന്നത്. അത് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ്. കാരണം ജില്ലാ പഞ്ചായത്തുകളിലും കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലും താഴെയുള്ള ത്രിതല പഞ്ചായത്തുകളിലൊക്കെ നമ്മൾ ആ സവിശേഷത കണ്ടു. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തില് ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇപ്പോഴത്തെ ആ വോട്ട് ഒരു വോട്ട് ഇക്വേഷൻ ഉണ്ടല്ലോ, അതിന് വലിയ മാറ്റം വരുമെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷെ BJPയെ സംബന്ധിച്ചിടത്തോളം അവർ കുറെ കാലമായിട്ട് കേരളത്തിലെ ക്രിസ്ത്യൻ സമുദായത്തെ ഒപ്പം നിർത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അത് എന്തുകൊണ്ടാണ് അവരെങ്ങനെ ശ്രമിക്കുന്നതെന്ന് എനിക്ക് അത്ര ആലോചിച്ചിട്ട് പിടുത്തം കിട്ടുന്നില്ല. കാരണം പ്രത്യേകിച്ച് ഒരു ഹൈന്ദവ മുഖമുള്ളയാണ് BJP. ഒരു NDA മുന്നണി ഉണ്ടാക്കിയിട്ട് ആ NDAയുടെ പേരിലാണ് അവരെ ഈ ക്രൈസ്തവരെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നതെന്നൊക്കെ പറയാമെങ്കിലും മുഖം BJPയുടെ മുഖമാണ്. അപ്പോ ഈ മറ്റേ ക്രിസ്തുമസിനും അതുപോലെ മറ്റ് വിശേഷ അവസരങ്ങളിലൊക്കെ കേക്കുമായിട്ട് പള്ളിയിൽ പോവുകയും അതുപോലെ ക്രൈസ്തവ സഭാ നേതാക്കളെ കാണുകയൊക്കെ ചെയ്തിട്ടും എന്തുകൊണ്ടാണ് BJP ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു സുവർണാവസരം അവർക്ക് കിട്ടാതെ പോകുന്ന ഒരു ചോദ്യമുണ്ട്. ഇപ്പൊ ഓർത്തഡോക്സ് സഭയുമായിട്ട് BJPയുടെ മുൻ പ്രസിഡന്റ് ആയിരുന്ന PS ശ്രീധരൻപിള്ള, അദ്ദേഹം ഗോവ ഗവർണർ ആയിരിക്കെ തന്നെ അതിനു മുമ്പ് മിസോറാം ഗവർണർ ആയിരിക്കുമ്പോൾ അദ്ദേഹം നാട്ടിലെത്തി ചർച്ച നടത്തി. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.